അർജന്റീനയുടെ കേരള സന്ദർശനത്തിൽ അനിശ്ചിതത്വം. ലയണൽ മെസ്സി കേരളത്തിലേക്ക് ഈ വർഷം ഇല്ലെന്ന് സൂചന. ഈ വർഷം കേരളത്തിലേക്ക് വരുന്നതിൽ ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കായിക വകുപ്പ് അറിയിക്കുന്നു. അർജുൻ രാജ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ രാജ്, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെയാണ് മെസ്സി വരും എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാറ്റി പറയുന്നത്? ബിനിൽ, കായിക വകുപ്പിന്റെ വിവരാവകാശ നിയമ ചോദ്യത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. മെസ്സി കേരളത്തിലേക്ക് വരുന്നതിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ, അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അതിനുള്ള മറുപടിക്കകത്താണ് മെസ്സി വരുന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന വിവരാവകാശ നിയമപ്രകാരം തന്നെ കായിക വകുപ്പ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. നമുക്കറിയാം, ഒരു അനിശ്ചിതത്വം നേരത്തെയും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് മന്ത്രി പറഞ്ഞ കാര്യം, ജൂണിൽ മന്ത്രി പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും. ജൂണിൽ തന്നെ കായിക വകുപ്പുമായി അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിലേക്ക് വന്ന് ചർച്ച നടത്തിയും സംയുക്ത പ്രസ്താവന ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്നായിരുന്നു കായിക വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. അത് കഴിഞ്ഞ് ജൂണും ജൂലൈയും കഴിഞ്ഞ് ആഗസ്റ്റ് ആകുമ്പോഴും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം കായിക വകുപ്പ് തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണം, അറിയിപ്പ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു വിശദീകരണം കായിക വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നേരത്തെ ഈ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്ന അതിന്റെ സ്പോൺസർമാർ അവർ മുഖാന്തരമാണ് കേരളത്തിലേക്കുള്ള അർജന്റീനൻ ഫുട്ബോൾ ടീമിന്റെ സന്ദർശനം സാധ്യമാകുക. അവർ പണമടച്ച് ഏജന്റ് മുഖേന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആ പദ്ധതി. അതിന് മേൽനോട്ടം വഹിക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത്. അതായത് സ്പോൺസർമാരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടിയിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി സ്പോൺസർമാർ വിശദീകരിക്കേണ്ടി വരും. നമുക്കറിയാം, ഇന്ത്യൻ സന്ദർശനം, ലയണൽ മെസ്സിയുടെ ഇന്ത്യൻ സന്ദർശനം ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൊൽക്കത്തയിലും മറ്റ് ചില നഗരങ്ങളിലുമൊക്കെ മെസ്സി ഈ വർഷം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പട്ടികയിലൊന്നും കേരളമില്ല. കേരളത്തിലേക്ക് വന്ന് 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ളത്. ഇന്ത്യയിലെ ചില നഗരങ്ങളിലേക്ക് ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള ടീം എത്തുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി. പക്ഷേ അതിലെവിടെയും കേരളത്തിലെ സന്ദർശനമോ കേരളത്തിൽ അർജന്റീനൻ ഫുട്ബോൾ ടീം 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നുള്ള കാര്യമോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് മന്ത്രി ഉറപ്പ് പറഞ്ഞ് 2 മാസം പിന്നിടുമ്പോഴും ഔദ്യോഗികമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അത് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് കായിക വകുപ്പ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബിനിൽ.